നമുക്ക് ഇന്ന് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട്. അന്നേരം തട്ടയിലുള്ള മത്തി ഇല്ലേ, കടയിൽ നിന്നല്ലാത്ത കൂട്ട് തട്ടയിലിട്ട് വെക്കുന്ന വഴിയരികില്, അന്നേരം അത് കിട്ടിയിട്ടുണ്ട്. അന്നേരം ഞാനത് എന്നാ ചെയ്യൂന്നറിയോ, പീര വെക്കും. എല്ലാവർക്കും പീര വലിയ ഇഷ്ടമില്ല, എന്നാലും പീര വെക്കാം. നമുക്ക് കൂട്ടുന്നവര് കൂട്ടട്ടെ, അല്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും. ഇത്രയും പൊടിമത്തി എന്നാ ചെയ്യാനത്, തീരെ പൊടിയാ, പീരമത്തി എന്ന് പറയും. നല്ല നെയ്യുണ്ട് കേട്ടോ, പുതിയ മത്തിയാ. അന്നേരം രാവിലെ സിബി കടയിൽ പോയപ്പോ മത്തി കൊണ്ടുവന്നു. നമുക്കത് പെട്ടെന്ന് ഒരു പീര വെക്കാം. പീരയും വെച്ച് പയറുതോരനും വെച്ച്, ഇന്ന് പരിപാടി ഉണ്ട്, പിള്ളേരെല്ലാം ഉള്ള ദിവസമാ, പരിപാടി ഉണ്ട്. എന്നാലും ഞാൻ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് തരുന്നേ ഉള്ളൂ. എന്താന്നാ, എനിക്കല്ലെങ്കിൽ വിഷമമാ. ഒരു ദിവസം പോലും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ട് തന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ കേട്ടോ, ഞാൻ എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്തു. എനിക്കില്ലേ, എൻ്റെ വീഡിയോ കാണുന്നവരൊന്നും എനിക്ക് സബ്സ്ക്രൈബ് കുറച്ച് പേര് തരുന്നില്ല, ലൈക്കും ഇല്ല. അല്ലാത്ത എല്ലാരും വീഡിയോ കാണുന്നുണ്ട്. അന്നേരം എനിക്ക് സബ്സ്ക്രൈബ് തരുവോ എല്ലാരും? തരണേ. അങ്ങനെ മത്തി കഴുകി നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പീര വെക്കാം. പീര വെക്കാം. ഇത് നല്ല വൃത്തിയാക്കി എടുത്തു. ഇത് ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ കഴുകാം. കറി വെക്കാൻ നേരത്ത് നമുക്ക് ഒന്നും കൂടെ കഴുകാം. അന്നേരം നമുക്ക് അരപ്പെടുക്കാം. ഞാൻ ഇച്ചിരി പച്ചമുളക് കൂടുതൽ ഇടുക. എന്നാന്നോ, മീനല്ലേ, ഇച്ചിരി എരിവ് വേണ്ടേ. അന്നേരം പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് കൊടംപുളി. ഇത് നമുക്ക് കൊടംപുളി കഴുകി വാരി ഇവിടെ വെക്കാം. തീരെ വെക്കുമ്പോ ഇടാം. ഇനി ഇത് മഞ്ഞപ്പൊടി നമുക്ക് ചേർക്കാം. ഇതെല്ലാം അരയ്ക്കാം. ഇനി നമ്മുടെ അടുത്ത ഐറ്റംസ്, ഇത് നമ്മുടെ കരിവേപ്പില. നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചതാ, കൂമ്പാ, മൂത്തതില്ല കേട്ടോ. ഇത് പീരയുടെ അരപ്പ് അരച്ചോണ്ട് വരാം. അടുത്തത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് നമുക്ക് ചതച്ച്, ഇഞ്ചി എല്ലാം ചാറിനകത്തേക്ക് പിടിക്കാൻ. അടുത്തത് നമ്മുടെ കരിവേപ്പില, തേങ്ങായും ഒന്ന് ചതച്ച് നമുക്കെടുക്കാം. അങ്ങനെ പീരയുടെ അരപ്പ് റെഡി. ഇനി നമുക്കിത് കൂട്ടി തീയെ വെക്കാം. ബാ, നമുക്ക് ഒന്നും കൂടെ കഴുകാം. മുമ്പേ നമ്മൾ കഴുകി വെച്ചതല്ലേ, നിറയെ കറച്ചെടുക്കുമ്പോ നമുക്കൊന്നും കൂടെ കഴുകാം. അങ്ങനെ നമ്മുടെ അരപ്പിനകത്തേക്ക് നമ്മുടെ മീന് ഇട്ട് കൊടുക്കാം.
കുറച്ച് മീനേ ഉള്ളൂ കേട്ടോ. ഇവിടെ കൂട്ടുന്നവരാരും ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. ബാക്കി ഒരു 5-8-10 വറക്കാനെടുത്തേ. നമുക്കിതെല്ലാം ഇത് അരപ്പ്, മീന, കൊടംപുളി എല്ലാം നമ്മൾ ഇട്ട്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമുക്കൊന്ന് തിരുമ്മി തട്ടിപ്പൊത്തി ആവി കയറ്റാൻ വെക്കാം. ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ പീരയ്ക്ക്. ചിലർക്ക് ഇച്ചിരി ചാറ് പോലെ വേണം, എന്നാൽ ചിലർക്ക് പറ്റിയിരിക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയണേ, നിങ്ങൾ എങ്ങനെയാ പീര വെക്കുന്നതെന്ന്. ഞാൻ ഇങ്ങനെയാ പീര വെക്കുന്ന കേട്ടോ. നമുക്ക് ഈ പാത്രം കഴുകി ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചേക്കാം. വെള്ളം ഒഴിക്കാം. അതെന്നാ, 2 ചട്ടിയുണ്ട്. ഒരു ചട്ടിക്കകത്ത് ചൂരക്കറിയാ, പിന്നെ ഒരു ചട്ടിക്കകത്ത് മീന്, ഉണക്കമീൻ വെച്ചിരിക്കുക. അന്നേരം ഇത് നമുക്കിതൊന്ന് വേവിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് അന്നേരം മാറ്റണം. സത്യം പറഞ്ഞ അലുമിനിയം പാത്രത്തിൽ കൊടംപുളി ഇട്ട് കറി വെക്കുക എല്ലാരും. പക്ഷെ ചട്ടി ഇല്ലാത്തത് കൊണ്ട്, വൃത്തികേടും കൊണ്ട് വെക്കുന്നതാ. ഇത് നമുക്കൊന്ന് തീയ വെക്കാം. ഇത് നമ്മുടെ പീര. ഇതുകൊണ്ട് പീര, എന്നാ നല്ല കളറിലവൻ കിടക്കുന്ന നമ്മുടെ പീര. ഇതൊന്ന് വെന്ത് പറ്റട്ടെ. അങ്ങനെ നമ്മുടെ മീൻ പീര റെഡി. ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ അലുമിനിയം പാത്രത്തിൽ നിന്ന് നമുക്ക് ഒരു കോപ്പയ്ക്കകത്തേക്ക് ഇത് മാറ്റാം. അല്ലെങ്കിലേ അലുമിനിയം പാത്രത്തിൽ ചീത്ത കേട്ടോ, പുളിയുള്ള കറി വെക്കുന്നേ. നമുക്ക് കോപ്പയ്ക്കകത്ത് മാറ്റാം. ഞാൻ കൈ പിടിക്കാൻ എന്തെങ്കിലും കൊണ്ടിട്ടെ. എങ്കിലേ നിങ്ങളെ എനിക്ക് സബ്സ്ക്രൈബ് തരുമോ? ഇത് നിങ്ങൾ ഇങ്ങനെയാണോ പീര വെക്കുന്നതെന്ന് ഇന്നത്തെ കമന്റ് മൊത്തം എഴുതണം. ഓരോരോ നാട്ടിലും ഓരോരോ തരത്തിലാണ് പീര വെക്കുന്നത്. അന്നേരം ഇന്നത്തെ കമന്റിൽ നിങ്ങൾ ഇങ്ങനെയാണോ പീര വെക്കുന്നത് എന്ന് എന്നോട് പറയണേ.